എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ? ഇനിയിപ്പോൾ പുതുവത്സരം വരാൻ പോകുന്നു. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നത് അല്ലേ? നമുക്ക് സമയമില്ല. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്രദമാക്കാം കേട്ടോ. അപ്പോൾ ഇനി വെച്ച് നീട്ടി പോകരുത്. മടിയെല്ലാം മാറ്റണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അന്നന്ന് തന്നെ ചെയ്ത് തീർക്കാം കേട്ടോ. പുതുവത്സരത്തോടു കൂടി നമ്മുടെ എല്ലാ മടിയെല്ലാം മാറ്റി ഒരു പുതിയ യുഗമായിട്ട് മാറട്ടെ. എല്ലാവരും പറഞ്ഞ പ്രകാരം ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. മുടി കൊഴിച്ചിലൊക്കെ മാറ്റുക. വെള്ളം ധാരാളം കുടിക്കുക. മുടിക്ക് വേണ്ട ടിപ്സും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കാം അല്ലേ? വിൻ്ററിൽ, സമ്മറിൽ, മൺസൂണിലൊക്കെ എന്തൊക്കെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവർ കണ്ടു നോക്കണം. നമ്മുടെ ഡ്രൈനെസ്സൊക്കെ മാറ്റാൻ എന്ത് ചെയ്യണം, അതുപോലെ എപ്പോഴും മോയ്സ്ചറൈസേഷൻ ആയിട്ടിരിക്കുക കേട്ടോ. എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് സ്കിന്നിനും മുടിക്കും അതുപോലെ സ്കാൽപ്പിനൊക്കെ പറ്റിയതാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ അകത്തും പുറത്തും നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് നമ്മൾ വെള്ളം കുടിക്കുക ധാരാളം. അതുപോലെ നമ്മൾ ജെല്ല് പോലെയുള്ള ഐറ്റംസ് എല്ലാം തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഈ ഹെയർ ഡൈയുടെ ഫസ്റ്റ് പാക്ക് തേച്ചതാണ് കേട്ടോ. ഇത് മുടിയിൽ കണ്ടോ, ഫസ്റ്റ് പാക്ക് എന്ന് പറയുമ്പോൾ നെല്ലിക്കയും അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെയാണല്ലോ. അപ്പോൾ മുടിക്ക് ചെറിയൊരു മഞ്ഞപ്പ് കാണും ഇല്ലേ? കണ്ടോ, നമുക്ക് ഈ കളർ മതിയെങ്കിൽ മതി. ഇനി ഇതല്ല, ഇതിനേക്കാളും നമുക്ക് കുറച്ച് ബ്ലാക്ക് ആവണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാക്ക് ഉപയോഗിക്കാം, നീലമരി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മുടി നരച്ചവർക്ക് ഇതിലും ഭയങ്കരമായിട്ട് റെഡ് പോലത്തെ കളറായിരിക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ നീലമരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കിട്ടും കേട്ടോ. നല്ല സ്മൂത്തനാവും കേട്ടോ. അത് തേച്ചതേ ഉള്ളൂ കേട്ടോ. മൈലാഞ്ചിയും മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. തേച്ച് കഴിയുമ്പോൾ നെല്ലിക്ക പ്രത്യേകം പറയണ്ടല്ലോ, നെല്ലിക്കയുടെ റിസൾട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടിയും തേയില വെള്ളം തിളപ്പിച്ചിട്ട് ഇത് രണ്ടും കൂടി തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത ആണ് കേട്ടോ. എന്നിട്ട് തല തേച്ചതാണ്. തല തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സിൽക്കി ഹെയർ ആയിട്ടിരിക്കും കണ്ടോ. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ടെക്സ്ചറാണ് കേട്ടോ ഇത് കണ്ടോ. അത് തേക്കുമ്പോൾ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് നീലമരി പരട്ടി. അപ്പോൾ ചെറിയൊരു ബ്രൗൺ ആണ് ഷെയ്ഡ്. ഞാൻ ഇതിൻ്റെ മുടി കെട്ടി വെച്ചതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് തരാം. അപ്പം മുടി ബ്രൗൺ ആയിട്ടിരിക്കുന്ന മുടിയാണ്. ആ മുടിയിൽ നമ്മൾ നീലാമരി തേക്കുമ്പോൾ നല്ല ബ്ലാക്ക് ആവും കേട്ടോ. നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മറ്റുള്ള ഹെയർ ഡൈ ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ള 2 തരത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബീറ്റ്റൂട്ട് കൊണ്ടിട്ടുള്ളതും, ബീറ്റ്റൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ മൈലാഞ്ചിയും നെല്ലിക്കയും കൂടി ബീറ്റ്റൂട്ട് ജ്യൂസ് എടുത്തിട്ട് അതിൽ നമ്മൾ ചായ തിളപ്പിക്കാം, കട്ടൻ ചായ പോലെ. ബീറ്റ്റൂട്ട് ജ്യൂസിൽ തേയിലപ്പൊടി ഇട്ട് 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് അരിച്ചെടുക്കാം. ആ അരിച്ചെടുത്ത ജ്യൂസിൽ ചായയിൽ ബീറ്റ്റൂട്ട് ചായ എന്ന് പറയും. നമ്മൾ ആദ്യം ജ്യൂസ് എടുക്കുക, പിന്നെ ചായ ഉണ്ടാക്കാം. അതിൽ ഈ പറയുന്ന നെല്ലിക്കയും പിന്നെ മൈലാഞ്ചിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. ചിലവർക്ക് ഓരോരുത്തരും മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. ചിലവർക്ക് ആ ഒറ്റ പാക്ക് മതി കേട്ടോ, മുടി നല്ല ബ്ലാക്കായിട്ട് മാറും. ചിലവർക്ക് അത് തേക്കുമ്പോഴത്തേക്കും നരച്ച മുടി കൂടുതലുള്ളവർ ബ്രൗൺ ആവും. വീണ്ടും നമ്മൾ കഴുകി കളഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഉണക്കിയെടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. രണ്ടാമത്തെ പാക്കും ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല ബ്ലാക്കായിട്ട് മാറും കേട്ടോ.
അപ്പോൾ അങ്ങനെ നല്ല ബ്ലാക്ക് വേണവർ അങ്ങനെ ചെയ്യാം, അല്ല ഇതേപോലെ ബ്രൗൺ കൂടിയ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ നീലാമ്പരി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഒന്നും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ക്യാൻസർ പോലെയുള്ള അസുഖം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റില്ല അത് തേക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാനന്ന് അലോവേരയിൽ തേൻ ചേർത്തിട്ടുള്ള ടിപ്പ് പറഞ്ഞല്ലോ, നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. നമുക്കൊരു അതിശയവും മുടിയൊന്നും കൊഴിയുന്നില്ലേ ഇത്തരം. പക്ഷെ ഒരുപാട് മുടി കൊഴിഞ്ഞവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഈ അലോവേരയിൽ നമ്മുടെ തേൻ ചേർത്തിട്ടുള്ള ടിപ്പ് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു നോക്കണം. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും അത് തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. ആഴ്ചയിൽ 2 3 തവണ നമുക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഉലുവ ജ്യൂസും, ഉലുവ വെള്ളം എടുത്തിട്ട് അതും തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഹെയർ ഫോൾ തടയാനായിട്ട് കേട്ടോ. പിന്നെ ഡെയിലി മുടി നനയ്ക്കാമോ എന്ന് ചോദിച്ചല്ലോ. ഡെയിലി നമുക്ക് മുടി നനയ്ക്കണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ 365 ദിവസവും മുടി നനയ്ക്കാറുണ്ട്. പനിയാണെങ്കിൽ പോലും കുളിക്കാതിരിക്കില്ല കേട്ടോ. ചില ദിവസങ്ങൾ 2 3 തവണ കുളിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. കുളിച്ച് കീറിനോടുകൂടിയൊക്കെ പോകേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടാതെ ടിപ്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയും ഒരു കുളിയുണ്ട്. അങ്ങനെ 2 3 കുളിച്ചിട്ടാണ് പോവാറ് കേട്ടോ. ഒരു കുഴപ്പമില്ല, മുടിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല കേട്ടോ. പിന്നെ മുടി ഡെയിലി നനയ്ക്കരുതെന്ന് പറയുന്നത് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരുണ്ടല്ലോ, കെരാറ്റിൻ ബോട്ടോക്സ് ഒക്കെ ചെയ്തവർ അവർക്കായിരിക്കുള്ളൂ ഇങ്ങനെ മുടി ഡെയിലി നനയ്ക്കാൻ പാടില്ല. കോസ്റ്റ്ലി ഷാമ്പു, അവർ പറയുന്ന ഷാമ്പു ഉണ്ട്, അവർ കൊടുക്കുന്ന ഷാമ്പു ഉണ്ട്, അത് മാത്രമേ നമ്മൾ തേക്കാൻ പാടുള്ളൂ. അതാണ് ആഫ്റ്റർ കെയർ കേട്ടോ. അത് നന്നായിട്ട് സൂക്ഷിച്ചാൽ 6 മാസം വരെ നമുക്ക് ഈ മുടിയുടെ ടെക്സ്ചർ മാറാതിരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ തോന്നിയ ഷാമ്പു കാര്യങ്ങളൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം തേക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ മുടി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം സൂക്ഷിക്കുന്നവർക്കാണ് ഡെയിലി മുടി നനയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഹെയർ ടിപ്സും പാക്കും ഹെയർ മാസ്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി മുടി നനയ്ക്കാം കേട്ടോ. ഡെയിലി പിന്നെ എണ്ണകൾ മാറ്റി തേക്കാം, ജെല്ലുകൾ പോലെയുള്ളതൊക്കെ തേക്കാം കേട്ടോ. ഷാമ്പു സോപ്പ് നമ്മൾ ഉപയോഗിക്കണ്ട കേട്ടോ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്കൊക്കെ വെച്ചിട്ട് മൈലാഞ്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയുടെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, ഇതേപോലത്തെ ടെക്സ്ചർ ആക്കി എടുക്കാം കേട്ടോ. ഭംഗിയാക്കി എടുക്കാം, സിൽക്കി ഹെയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് യാതൊരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുടിയെ ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ നല്ല നല്ല വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മൾ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം മുടി കൊഴിച്ചിലും ഉണ്ടാവും കേട്ടോ. അപ്പം മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമാക്കി എടുക്കണ്ട കേട്ടോ. അപ്പം അന്ന് റെഡ് അലോവേര ഇല്ലേ കാണിച്ചപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതിൽ മദർ പ്ലാന്റിൻ്റെ ഇത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ, ആയിട്ടില്ല, കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയും ടൈം എടുക്കും അലോവേരയുടെ കേട്ടോ. അപ്പം അതുപോലെ എൻ്റെ നട്ടിട്ടുള്ള കറ്റാർവാഴ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുഞ്ഞു പ്രായത്തിലുള്ള കറ്റാർവാഴകൾ കിറ്റിൽ പിടിപ്പിച്ചേക്കാണ്. അത് വേറെ വെയിൽ കിട്ടാൻ പാകത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഇടാം കേട്ടോ. അത് ഇതിന് ചെറിയ വെയിൽ വേണം, എന്നാലേ അതിൻ്റെ ലീഫെല്ലാം നല്ല തിക്കൊക്കെ ആയിട്ട് വളരുള്ളൂ കേട്ടോ. നല്ല വളർച്ചയുണ്ടാവും. ചെറിയ വെയിൽ വേണം, പിന്നെ വെള്ളവും വേണം കേട്ടോ. ഓവറായിട്ടുള്ള വെള്ളം വേണ്ട. ഞാൻ ഡെയിലി നനയ്ക്കുന്ന കൂട്ടത്തിൽ അതിന് നനയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വെയിലും വേണം, അപ്പോഴാണ് അത് വലിയതായിട്ട് കാണാൻ. നമുക്ക് വളമൊന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല കേട്ടോ. ആ നട്ടപ്പോൾ ഉള്ളതേ ഉള്ളൂ. യാതൊരു വളം ഞാൻ ഇടയ്ക്ക് ഒന്നിനും ഈ അലോവേറയ്ക്ക് വേണ്ടി ഇടാറില്ല കേട്ടോ. അതും എന്നോട് ചോദിച്ചു, കറ്റാർവാഴയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വളം വല്ലതും ഉണ്ടോയെന്നും. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നടുന്ന സമയത്ത് നമ്മൾ മണ്ണും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കും ഈ കുഞ്ഞു പ്ലാന്റ്
കേട്ടോ. അല്ലാതെ ഇടയ്ക്ക് ഒരു വളമിട്ട് കൊടുക്കണ കാര്യമേ ഇല്ല കേട്ടോ. നോക്കുന്നത് വെള്ളവും വെളിച്ചവും. വെളിച്ചം മീൻസ് സൂര്യപ്രകാശം. ഇത് രണ്ടും. ഓവറായിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ നാടൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് മുടി നന്നായിട്ട് വളർത്താൻ സാധിക്കും കേട്ടോ. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ചിലവർ പോയിട്ട് ഇതുപോലെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ട് കേട്ടോ. അത് അവർ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ആഫ്റ്റർ കെയർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഉള്ള മുടി മുഴുവനും അങ്ങനെ പൊട്ടി പോയ ഒരുപാട് പേരുടെ കഥ എനിക്കറിയാം കേട്ടോ. ഒരുപാട് ഇത്രേശം വെച്ച് പൊട്ടിപ്പോയി കാണാം. അപ്പോൾ വളരെയധികം അറ്റത്തേക്ക് ഒന്നും മുടി ഉണ്ടാവില്ല, തിന്നായിട്ട്. അങ്ങനെ ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങേയറ്റം ആഫ്റ്റർ കെയർ ചെയ്യാൻ സാധിക്കുന്നുള്ളവർ മാത്രമേ പോയി ചെയ്യാവൂ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള അതുപോലെ അതിന് നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. ഷാമ്പു ആണെങ്കിലും നല്ല കോസ്റ്റ്ലിയാണ്, കണ്ടീഷണറൊക്കെ അതെ. അപ്പോൾ പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റും അതെ. അപ്പോൾ ഇത് അങ്ങേയറ്റം കൊണ്ട് നടക്കാൻ സാധിക്കുന്നവർ മാത്രമേ ചെയ്യാവൂ കേട്ടോ. അല്ലാത്തവർ ഇതിലേക്കൊന്നും പോകണ്ട. ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ചുറ്റും കാണുന്ന ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ട്, ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടും, നമുക്ക് എണ്ണകളൊക്കെ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ മുടിയെ വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പലരും മുടി കാണുമ്പോൾ പറയാറുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മുടിയെന്ന്. അങ്ങനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഒരു ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ എന്താണോ നിങ്ങളെ കാണിച്ചു തരുന്നത് ആ ടിപ്സും മാസ്കും പാക്കും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കും ഈ പറയുന്ന പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി കൊഴിച്ചിലെല്ലാം നിൽക്കും. ധാരാളം മുടി വളരുന്നതായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ബേബി ഹെയറൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീട്ടും കുറഞ്ഞ കണ്ടോ, ഈ മുടി ഇത്രയും നീട്ടുള്ളൂ കണ്ടോ. ഇത് പോയി വന്ന മുടിയാണ് കേട്ടോ, പോയിട്ട് വേറെ വന്ന മുടിയാണ്. അപ്പം പിന്നെ കുഞ്ഞു മുടിയുണ്ട് കണ്ടോ, ഇത്രയൊക്കെ ഉള്ള. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെ ഹെയറിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് മുടിയിൽ ഹെയർ വരും. അത് സ്ട്രോങ് ആയിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ഹെയർ ആയിരിക്കും. ഹെൽത്തി സ്കാൽപ്പ് ആയിരിക്കണം. ഹെൽത്തി സ്കാൽപ്പിലാണ് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവുക. അതോടുകൂടി നമുക്ക് ഫോളിക്കിൾസിനും സ്ട്രോങ് ആക്കാൻ പറ്റും. ഫോളിക്കിൾസിലൂടെ വരുന്ന ഹെയറിനെ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മുടി ഭംഗിയായി നോക്കുക, ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മുടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നവവത്സരാശംസകൾ കേട്ടോ. എല്ലാവരും നല്ലതായിട്ടിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം കേട്ടോ.